ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ സീസണല്ലേ. അപ്പോൾ എനിക്കൊരു ഇടിയൻ ചക്ക കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണ് തോരൻ വെക്കണേന്ന് കാണാം കേട്ടോ, എൻ്റെ സ്റ്റൈലിൽ. ഇടിയൻ ചക്ക കാണുമ്പോൾ ചെറുതാണെങ്കിൽ അതൊക്കെ കുറച്ച് ചുളയൊക്കെ വെച്ചത് 3 കൊടുത്ത് ഇടിയൻ എന്നൊക്കെ പറയും. ഇടിയൻ ചക്കയുടെ പരുവം പോയി. എന്നാലും അതെല്ലാം ആദ്യമായിട്ട് കിട്ടിയതല്ലേ. നുറുക്കി നല്ലതുപോലെ കഴുകി കുക്കറിലിട്ട് ഒരു 2 കപ്പ് വെള്ളം, കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു 2 വിസിലടിപ്പിക്കുക. ചൂടാറിയതിന് ശേഷം അതിനൊരു പാത്രത്തിലേക്ക് വെള്ളമൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുക. വെള്ളം അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് ഇടിഞ്ഞക്കടെ കഷ്ണങ്ങൾ നമുക്ക് എടുക്കാം. അതൊരു ഇടിക്കല്ല് ഉപയോഗിച്ചിട്ട് ആ പാത്രത്തിൽ തന്നെ വെച്ച് കുത്തിയാൽ മതി. പണ്ടൊക്കെ നമ്മൾ അമ്മിയിലും മുരലിലൊക്കെ ഇട്ട് ഇടിച്ചിട്ടിരുന്നു. പിന്നെ അന്നൊക്കെ നിറയെ ആൾക്കാരുണ്ട്. ഇന്നിപ്പോൾ അത്ര വലിയ ചക്കയൊന്നുമല്ലല്ലോ. അപ്പോൾ നമ്മുടെ ഈ പാത്രത്തിലിട്ട് കുത്തിയാൽ മതി. കത്തി കൊണ്ട് നുറുക്കരുത്. ഇതിങ്ങനെ ഒലർന്ന് കിട്ടണം. കണ്ടു കുരുകൾ കണ്ടു ഈ ചുള. പക്ഷെ അതൊന്നും മൂത്തിട്ടൊന്നുമില്ല കേട്ടോ. കുറച്ചും കൂടി ചെറുതാവണം, പാകം ചെറുതാവണം ഇടിയും ചക്കയ്ക്ക്. പിന്നീട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഉള്ളി, ആവശ്യത്തിന് പച്ചമുളക്, എരിവിന് ആവശ്യത്തിന് എടുക്കുക. അത് ചോപ്പ് ചെയ്യെല്ലാം ചേർത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇടിയൻ ചക്കയില്ലേ അതിലേക്ക് ഇടുക. 1 കപ്പ് തേങ്ങ ഇടുക. കുറച്ച് കരുവേപ്പിൻ്റെ ഇടുക. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുള്ളിൽ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണയാണ്, നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അത് യൂസ് ചെയ്യുക കേട്ടോ. കടുക് മുളകൊക്കെ താളിക്കുക. കുറച്ച് ഉഴുന്നും പരിപ്പ് ഇടേണ്ടതാണ്, ഞാനത് ഇടാൻ വിട്ടുപോയി. കരുവേപ്പിൻ്റെ ഇല, പിന്നെ നമ്മൾ അതിൽ മിക്സ് ചെയ്ത് വെച്ചതിൽ കരുവേപ്പിൻ്റെ ഇലയുണ്ട്, അത് കാരണം ഇതിൽ കുറച്ചിട്ടുള്ളൂ. പൊട്ടിയതിന് ശേഷം ഈ മിക്സ് എടുത്തിട്ട് അതിലിടുക. കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ഊറ്റി കളഞ്ഞില്ലേ ആ വെള്ളം, മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടിയിട്ട് നല്ലതുപോലെ കൂട്ടി ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ചിടുക. അതിലത് വെന്തിരിക്കും. കണ്ടു നല്ലതുപോലെ വെന്തിട്ടത്. ഇനി നമുക്ക് എടുത്ത് സെർവ് ചെയ്യാം. ഇഷ്ടമായാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്. ഒരു ടൈമെങ്കിലും ഉണ്ടാക്കി നോക്കൂട്ടോ ഇതുപോലെ. താങ്ക് യു ഫോർ വാച്ചിങ്.